ഹായ് ഫ്രണ്ട്സ്, ഇതെന്താ കുടയൊക്കെ പിടിച്ചെന്നായിരിക്കും അല്ലേ? ഇവിടെ നല്ല മഴയാട്ടോ. എന്നിട്ട് രാവിലെ എന്നാൽ വെളിയിലൊക്കെ ഇറങ്ങി എന്താണ് ചെടിയൊക്കെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ നോക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണേ. അന്നേരമാണ് നമ്മുടെ ആമ്പൽക്കുളത്തിൽ പുതിയൊരു ആമ്പൽപ്പം ഉണ്ടായത് കണ്ടത്. പിന്നെന്താ ഇതിൻ്റെ വലയൊക്കെ മാറ്റി കേട്ടോ നമ്മൾ ഈ കുളത്തിൻ്റെ. കാരണം കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ തവളയൊക്കെ ഇറങ്ങിയിട്ട് ആ തവളയെ പിടിക്കാൻ വേണ്ടി ഒരു ചേരപ്പാമ്പ് വന്നു, അതേ കുടുങ്ങി ആകെ പ്രശ്നമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേറെ വലയൊക്കെ ഇട്ടു. പിന്നെ ഞാനിത് ചെടിയൊക്കെ നോക്കി, ചെടിയൊക്കെ നല്ല മഴ നനഞ്ഞ് നിൽക്കുക കേട്ടോ. മഴ നനഞ്ഞ് നിൽക്കുന്ന ചെടിയൊക്കെ നോക്കി പതുക്കെ ഇങ്ങനെ നടക്കുമായിരുന്നേ. പിന്നെ നമ്മളിവിടെയൊക്കെ കുറേ തടമൊക്കെ എടുത്തിട്ടുണ്ട്, കാരണം കുറേ നടാനായിട്ട് തടമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വഴുതനകളൊക്കെ ഈ ഭാഗത്തൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെന്താ, ഇവിടെ ഒരു ചെറിയ കുളം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ട് പുതുതായിട്ട് കുത്തിയതാട്ടോ. അതിനകത്ത് നമ്മൾ കുറച്ച് വേറെ കളർ ആമ്പലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെന്താ, കുറച്ച് ബീൻസൊക്കെ കിളത്ത് നിൽപ്പുണ്ട്. പിന്നെ കുറച്ച് ചീര കിളത്ത് നിൽപ്പുണ്ട്. കുളമൊക്കെ നിറഞ്ഞ് കിടക്കും. പക്ഷേ ഈ കുളത്തിൽ നിന്നാണ് നമ്മൾ ഈ വെയിലാകുമ്പോഴത്തേക്കും ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത്. അതുകൊണ്ട് മഴ പെയ്താൽ നമുക്ക് നല്ലതാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ അന്ന് നട്ട ബീൻസ് എല്ലാം പൂത്ത് നിൽക്കുക കേട്ടോ. പൂത്ത് അതിനകത്ത് കായ്കളൊക്കെ വരുന്നുണ്ട്. അന്നേരം മഴ നല്ല ശക്തമായിട്ട് പെയ്ത് കഴിഞ്ഞാൽ ഈ പൂവും കായും ഒക്കെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ മഴയാണെങ്കിൽ പ്രശ്നമില്ല, നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും. അങ്ങനെ ഇവിടെയും ഞങ്ങൾ കുറച്ച് വഴുതനയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഇനിയും കുറേ ഭാഗങ്ങളൊക്കെ തെളിക്കാനായിട്ട് കിടപ്പുണ്ട്. ഇത് കണ്ടോ, മഞ്ഞ് കയറി കിടക്കുന്നത് എന്ത് ഭംഗിയല്ലേ മഞ്ഞ് കാണാൻ. ഭംഗിയാണെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ. പിന്നെ അന്ന് ഞാൻ വീട്ടിൽ കയറി കേട്ടോ. അടുക്കളയ്ക്കകത്തുനിന്ന് നമുക്ക് കാണുന്ന ജനലിൽ കൂടെ കാണുന്നതാണ് അതെ. പിന്നെ കുറച്ച് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കടലക്കറി ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കടലക്കറി ഒന്ന് ചൂടാക്കിയെടുത്തു, അപ്പമൊക്കെ ഉണ്ടാക്കി. അപ്പോഴത്തേക്കും ഹരിചേട്ടൻ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അക്കുവിന് വേണ്ടിയിട്ട് ബൂസ്റ്റ് ഇട്ട ചായയാണേ. അവന് സ്പെഷ്യലായിട്ട് ബൂസ്റ്റ് ഇട്ട ചായയും പിന്നെ ഞങ്ങൾക്ക് ഏലക്ക ഇട്ട ചായ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്ന് ഞാൻ ഏലക്ക ഇട്ട ചായയാണ് ഉണ്ടാക്കുന്നത്, ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. അപ്പം അത് ചായയൊക്കെ എടുത്തു. പിന്നെന്താ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? പിന്നെ ഞങ്ങൾ അച്ഛന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ എടുത്തു വെച്ചു കേട്ടോ. അങ്ങനെ അച്ഛനും കഴിക്കാൻ കൊടുത്തു, എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഞാനും കഴിക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.